ഇന്നിപ്പോ നമ്മള് ഇന്ന് ചെയ്യാൻ പോണ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഴയും വെണ്ടയും പിന്നെ പൊട്ടുവെള്ളരിയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൃഷി രീതിയാണ്. അപ്പൊ വാഴ നമുക്കറിയാം, നമ്മൾ പരമ്പരാഗതമായിട്ട് വാഴ നമ്മൾ ഇവിടെയൊക്കെ നമ്മളുടെ മാള തൃശ്ശൂർ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ വാഴ വെക്കുന്നത് വലിയ തോടുകൾ കീറിയിട്ട് അതിൽ JCB അല്ലെങ്കിൽ ട്രാക്ടർ അടിച്ചിട്ട് വലിയ തോടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വാഴ കന്ന് വെച്ചിട്ട് പിന്നെ ഓരോ മാസത്തിലും നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ട് മണ്ണിറക്കി കൊണ്ടുവന്ന് ലാസ്റ്റ് അത് വാരാക്കി എടുക്കണ ഒരു രീതിയാണ്. ഒരു 6-7 തവണ നമ്മൾ അതിന് വേണ്ടി വളം മാനുവലായിട്ട് തന്നെ കൊടുക്കും, മണ്ണ് വെട്ടിയിടണം. അപ്പം അങ്ങനെ ഒരുപാട് ചിലവ് വരുന്നുണ്ട് നമുക്ക് ഒരു വാഴ ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലേബർ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ 1000-900 ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കൃഷി ആൾക്കാരെ കൊണ്ട് നമ്മൾ കർഷക തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നത്. അപ്പം ആ ഒരു 5 അല്ലെങ്കിൽ 6 വളം അല്ലെങ്കിൽ 7 വളം നമ്മൾ മാനുവലായിട്ട് കൊടുത്ത് അതിന് മണ്ണ് വെട്ടി കയറ്റണ ആ ഒരു പൈസ നമുക്ക് ഭയങ്കര ഭീമമായിട്ടുള്ള ഒരു ചെലവാണ് നമുക്ക് വരുന്നത്. അപ്പം ഞാനിത്തവണ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയൊരു പരീക്ഷണമാണ് നടത്തി നോക്കണത്. ഇപ്പം ഇത് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഞാൻ പച്ചക്കറിക്ക് കൃഷി ചെയ്യണ അതേ രീതിയിൽ തന്നെ നമ്മൾ വാരം, അതായത് ബെഡ് സെറ്റ് ചെയ്തേക്കണ്. ആദ്യം നല്ലോണം അടിവളം കുമ്മായൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 മീറ്റർ അകലത്തിൽ വാരെടുത്തിട്ട് അതിൽ അടിവളമായിട്ട് ചാണപ്പൊടിയും കോഴിക്കാട്ടവും വേപ്പിണ്ണാക്കും ഒക്കെ കൊടുത്തു. അതിനുശേഷം ആ വാരത്തിൽ തന്നെ നമ്മൾ 2 മീറ്റർ അകലത്തിൽ ഓരോ നേന്ത്രവാഴയുടെ കണ്ണ് വെച്ചേക്കുന്നു. ആ നേന്ത്രവാഴയുടെ കണ്ണ് വെച്ചിട്ട് അത് മണ്ണിട്ട് മൂടി. സാധാരണ ഞാൻ പച്ചക്കറിക്ക് എൻ്റെ മുന്നത്തെ വീഡിയോകൾ നോക്കിയാൽ കാണാം, പച്ചക്കറിക്ക് വാരെടുക്കണം അതേ രീതിയിൽ തന്നെ വാരെടുത്തിട്ട് അതിലൊരു വാഴക്കന്ന് ഓരോ 2 മീറ്ററിലും വാഴക്കന്നും കൂടി വെച്ചിട്ട് മണ്ണിട്ട് മൂടി ബെഡാക്കി എടുത്തു. ആ ബെഡിൻ്റെ മുകളിൽ കൂടെ ഡ്രിപ്പ് ലൈൻ വലിച്ചു. അതിനുശേഷം മൾച്ചിങ് ചെയ്തിട്ട് പഴയ രീതിയിൽ തന്നെ, അതായത് സാധാരണ വെണ്ട ചെയ്യണ പോലെ തന്നെ 50 സെൻറ്റിമീറ്ററിൽ 2 വരി, ഒരു വാരത്തിൽ 2 വരി 50 സെൻറ്റിമീറ്റർ അകലം കൊടുത്തിട്ട് 2 വരി വെണ്ട നട്ടു. എല്ലാ വാരത്തിലും അതേപോലെ തന്നെ നട്ടു. എന്നിട്ട് നമ്മൾ വെണ്ട വിത്തിട്ടിട്ട് നമ്മൾ പിന്നെ ഒരു 30 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വാഴ എല്ലാം മുളച്ച് ഷീറ്റ് തുറന്ന് ഷീറ്റിനെ പൊളിച്ച് മാറ്റി പുറത്തേക്ക് വന്നു. ഇപ്പോൾ ഇത്രയും ഇപ്പോൾ ഒരു 2 മാസത്തെ വളർച്ചയായിട്ടുള്ളൂ ഈ വാഴയ്ക്ക്. 2 മാസത്തെ വളർച്ച കൊണ്ട് നമുക്ക് അത്യാവശ്യ ഇലകൾ ഒരു 3, 5, 6, 10 ഇലകളിലും മേലെ നമുക്ക് ഈ വാഴയ്ക്ക് വിരിഞ്ഞു 2 മാസത്തെ വളർച്ച കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെണ്ട വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 15 ദിവസത്തോളമായി വെണ്ടയുടെ വിളവെടുപ്പ് തുടങ്ങിയിട്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ചോട്ടിൽ ഓരോ പയർമണി വിത്തിട്ടിട്ടുണ്ട്. വെണ്ടയുടെ ചോട്ടിൽ അത് മുളച്ച് വരുന്നുണ്ട്. വരണുള്ളൂ, 2 ദിവസമായിട്ടുള്ളൂ വിത്തിട്ടിട്ട്. അപ്പോൾ ഇനി അത് മുളച്ച് ഇപ്പോൾ ഒരു 40 ദിവസം കൊണ്ട് പയർ വിളവെടുക്കാനാവും. അപ്പോഴേക്കും വെണ്ടയുടെ വിളവെടുപ്പ് നമുക്ക് കഴിയും. അപ്പോൾ അത് റിലേ ഫാമിംഗ് തന്നെയാണ്. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അതൊരു റിലേ ഫാമിംഗ്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു മൾട്ടി ക്രോപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇതുകൊണ്ടുള്ള ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇതിൽ വെണ്ടയ്ക്ക് ഫെർട്ടിഗേഷൻ വഴി നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വളങ്ങളിൽ വാഴയ്ക്കും കിട്ടും, വാഴ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു 6 മാസത്തേക്ക് ഇതിൻ്റെ വിളവെടുപ്പ്, അതായത് പച്ചക്കറികൾ വെണ്ടയും പയറും വിളവെടുപ്പ് കഴിയുമ്പോഴേക്കും ഒരു 4-5 മാസം എന്തായാലും കഴിയും, 6 മാസത്തോളം ആവും. അപ്പോൾ 6 മാസം കഴിയുമ്പോഴേക്കും വാഴ അത്യാവശ്യം വലുപ്പം വെച്ചിട്ട് വാഴയുടെ വളർച്ച ഒരു പകുതി കൂടുതലാവും. കാരണം 7 മാസം ആകുമ്പോഴേക്കൊക്കെ വാഴ കുലയ്ക്കും. അപ്പോൾ ആ വാഴയുടെ വളർച്ച അപ്പോഴേക്കും ഏകദേശം 3/4 ഭാഗം പൂർത്തിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു ഗുണം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വാഴയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാനിതിലൊരു ലേബർ ഞാൻ ചിലവാക്കണില്ല. ഞാൻ ചെയ്യണ ലേബറൊക്കെ പച്ചക്കറികൾക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ വരുമാനം എനിക്ക് പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ 3 മാസത്തെ വാഴയുടെ വളർച്ച മാത്രമാണ് ഞാൻ 3 മാസത്തെ വാഴയ്ക്ക് എനിക്കൊരു 3 മാസത്തെ പരിപാലനം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇനി ഇതിൻ്റെ മറ്റുള്ള വളർച്ചകൾ ഞാൻ അടുത്ത വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ ചെയ്യണതായിരിക്കും. അപ്പോൾ അത് കൂടാണ്ട് ഞാൻ അപ്പുറത്ത് വേറൊരു രീതി കൂടി ചെയ്തിട്ടുണ്ട്. ഈ വാഴയുടെ ഒപ്പം പൊട്ടുവെള്ളരിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു വെണ്ടയുണ്ട്, പൊട്ടുവെള്ളരി ഉണ്ട്. അപ്പോൾ പൊട്ടുവെള്ളരി നമ്മൾ ശരിക്കും പൊട്ടുവെള്ളരിയുടെ വിത്ത് അപ്പുറത്തെ പാവിയേക്കണം. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് പടർന്ന് കിടക്കുന്നുണ്ട്. ഇതിൽ ചെറുതായിട്ട് നടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വെണ്ട വിളവെടുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഗ്യാപ്പ് കൊടുക്കാവുന്ന രീതിയിൽ നമ്മൾ പൊട്ടുവെള്ളരി ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൽ പൊട്ടുവെള്ളരി വിളവെടുക്കാറായി, വെണ്ട വിളവെടുക്കാറായി, രണ്ടും ഒരേ സമയം വിളവെടുക്കാറായി. ഇപ്പോൾ നാളെ ഇതിൻ്റെയൊക്കെ വിളവെടുപ്പ് തുടങ്ങും, രണ്ടിൻ്റെയും.
അപ്പോൾ ഇനി പൊട്ടുവളരിയുടെ വിളവെടുപ്പ് ഒരു 10 ദിവസം കൂടി നീണ്ടു നിൽക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ആ പൊട്ടുവളരിയുടെ തൈ പറിച്ച് കളഞ്ഞിട്ട് പൊട്ടുവളരിയുടെ ആ തൈ പറിച്ച് കളഞ്ഞിട്ട് അതിലും അതുപോലെ തന്നെ ഈ വെണ്ടയുടെ ചോട്ടിലും ഓരോ മണി പയർ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതും അതേപോലെ തന്നെ നമുക്കൊരു 6 മാസം നമുക്ക് വാഴയുടെ വളർച്ചയ്ക്ക് വേണ്ടിട്ട എല്ലാ സംഭവങ്ങളും നമ്മൾ പച്ചക്കറിക്കായിട്ടാണ് കൊടുക്കുന്നത്. വാഴയ്ക്ക് നമ്മൾ പ്രത്യേക പരിചരണം ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത് അടുത്ത ഒരു വിളവായിട്ട് തന്നെ നമ്മൾ അടുത്തൊരു 6 മാസം ഇതിൽ നിന്ന് പച്ചക്കറിയിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുകയും അത് കഴിഞ്ഞിട്ട് 3 മാസത്തിനുള്ളിൽ നമുക്ക് വാഴ വരുമാനം തരാവുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അടുത്ത വീഡിയോ നമുക്ക് പയർ വിളവെടുക്കേണ്ട സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അടുത്ത വീഡിയോ ചെയ്യാം. അപ്പം നമുക്ക് വാഴയുടെ വളർച്ചയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.